ഹായ്, എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ മലപ്പുറത്തു നിന്നാണ് വരുന്നത്. ഞാൻ സൈക്കോളജി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. പിന്നെ ഹ്യൂമൻ റിസോഴ്സസിൽ ഒരു 7 months വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് എനിക്കൊരു കരിയർ ബ്രേക്ക് ഉണ്ടായി. സോ എനിക്ക് HR-ലും അങ്ങോട്ട് ശരിയായി വരുന്നുണ്ടായിരുന്നില്ല. സോ ഏത് കരിയറിലോട്ടാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുമ്പോഴാണ് UI/UX എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീൽഡിനെ പറ്റി ഞാൻ അറിയുന്നത്. സോ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. ആദ്യത്തെ കൺസേൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളായതുകൊണ്ട് ഈ ഒരു ഫീൽഡിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത് സൈക്കോളജിയിലുള്ള ആൾക്കാർക്ക് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു ഫീൽഡാണ് യൂസർ എക്സ്പീരിയൻസ് ഫീൽഡ് എന്നുള്ളത്. സോ അതിനുശേഷം ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തു, എവിടേക്കാണ്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത്. കേരളത്തിലൊരു 4-5 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് കോഴ്സസ്, അവരെന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അവരുടെ സിലബസ് എങ്ങനെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ എനിക്ക് ബെറ്ററായി തോന്നി, എനിക്ക് സജഷൻസ് കിട്ടിയിട്ടുള്ളത് അവീവ് ഡിജിറ്റൽ അക്കാഡമിയാണ്. അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെടുന്നത്. അവീവ് ചൂസ് ചെയ്യാനുള്ള ഫസ്റ്റ് റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിലബസ് തന്നെയായിരുന്നു. സിൻസ് ഞാൻ സൈക്കോളജി പഠിച്ചതുകൊണ്ട് കുറച്ചും കൂടി UX ഫോക്കസ്ഡ് ആയിട്ട് പോകാനാണ് എനിക്ക് താല്പര്യം. സോ ഇവിടുത്തെ സിലബസ് കുറേയൊക്കെ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് പറ്റുന്ന, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ടോപ്പിക്സ് തന്നെയാണ് ഇവിടെ കവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവീവ് ചൂസ് ചെയ്തത്. പിന്നെ അവീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ പറയുക, സമാധാനം തരുന്ന ഒരു കാര്യം എന്ന് ഞാൻ പ്രത്യേകം പറയും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ടീച്ചേഴ്സിനെ അപ്രോച്ച് ചെയ്യാൻ ഭയങ്കര പേടിയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ 3 മെൻറ്റേഴ്സ് ഉണ്ട്. 3 പേരും നമുക്ക് നല്ലോണം അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എത്രത്തോളം ചോദിക്കുന്നു അത്രത്തോളം നമുക്ക് തിരിച്ചു കിട്ടും. അതുപോലെ തന്നെ അവർക്ക് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. നമുക്കൊരു 1-on-1 സെഷൻസും കിട്ടും. ഇപ്പം നമുക്കൊരു ക്ലാസ്, ഒരു ഹോൾ ക്ലാസ്സിന് മാത്രമായിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന അങ്ങനത്തെ ഒരു നിർബന്ധങ്ങളൊന്നും ഇല്ല ഇവിടെ. നമുക്ക് പേഴ്സണലായിട്ടാണ് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. നമുക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ ഡൗട്ട്സ് എല്ലാവരും ക്ലിയർ ചെയ്ത് തരും. ഞങ്ങളുടെ ക്ലാസ്സസൊക്കെ ഇപ്പോൾ ഏകദേശം തീരാറായി. ഇനി ഫൈനൽ പ്രസൻറ്റേഷൻ ഉണ്ടായിരിക്കും. ഫൈനൽ പ്രസൻറ്റേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവീവിൻ്റെ തന്നെ പാരന്റ് കമ്പനി ആയിട്ടുള്ള അക്കോഡസിലായിരിക്കും നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ടാവുക. ഓവറോൾ അവീവിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.